ഹലോ, ഇന്ന് നമുക്ക് പരുന്തിൻ്റെ ഒരു സിംഹത്തിൻ്റെ കഥ പറയാം. അപ്പം ഒരു പരുന്ത് ഒരു തടാകത്തിൻ്റെ അടുത്ത് ഒരു മരത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് വേറൊരു പരുന്ത് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഇവർ രണ്ടുപേരും കൂടെ ചങ്ങാത്തമായപ്പം അപ്പം ആദ്യത്തെ പരുന്ത് പറഞ്ഞ് എനിക്ക് നിന്നെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പം ഈ രണ്ടാമത്തെ പരുന്ത് പറഞ്ഞ് എന്നെ കല്യാണം കഴിക്കണമെങ്കിൽ വേറൊരു നല്ല ഫ്രണ്ടിനെയും കൂടെ നിങ്ങൾ ഏതെങ്കിലും ഒരു മൃഗമായിട്ടും കൂടെ ഫ്രണ്ട് ആവണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഈ ആദ്യത്തെ പരുന്ത് പോയി ഈ കാട്ടിലെല്ലാം കറങ്ങി നടന്ന് നോക്കിയപ്പോഴാണ് ഒരു സിംഹത്തിനെ കണ്ടത്. അപ്പോൾ സിംഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്ക് ഫ്രണ്ട്സ് ആവോ, നമുക്ക് നല്ല സുഹൃത്തുക്കളാവോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് സുഹൃത്തുക്കളാവാം, എപ്പോഴാണോ നമുക്ക് ആവശ്യം വന്നാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സുഹൃത്തുക്കളായപ്പം ആദ്യം പറഞ്ഞ ഇതായല്ലോ. അപ്പം ഈ രണ്ട് പരുന്തുകളും കൂടെ നമ്മൾ കല്യാണം കഴിച്ച് ജീവിച്ചു തുടങ്ങി. ഒരു ദിവസം നോക്കിയപ്പോഴാണ് ആ കാട്ടിനകത്ത് രണ്ട് വേട്ടക്കാരന്മാർ വന്നു. ഈ വേട്ടക്കാരന്മാർ പരുന്തുകളെ പിടിക്കാനാണ് നോക്കുന്നത്. അപ്പം ഈ രണ്ടാമത്തെ പരുന്ത് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരൻ ഈ കാട്ടിലെ രാജാവല്ലേ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി പറയണം നമ്മളെ രക്ഷിക്കണം. അപ്പം ആദ്യത്തെ പരുന്ത് പറന്നു ചെന്ന് ഈ സിംഹത്തിൻ്റെ അടുത്ത് വന്ന് നമ്മളെ രക്ഷിക്കണം, ഈ വേട്ടക്കാരന്മാർ നമ്മളെ പിടിക്കാനാണെന്ന്. ഇത് കേട്ട ഉടനെ സിംഹം ഓടി വന്ന് ഈ വേട്ടക്കാരൻ്റെ അടുത്ത് വന്നിട്ട് അലറി ഗർജിച്ചതും ഈ വേട്ടക്കാരന്മാർ പേടിച്ച് ഓടിപ്പോയി. അപ്പോൾ ഈ പരുന്ത് പറഞ്ഞ്, ഇപ്പൊ മനസ്സിലായോ ഞാൻ നേരത്തെ ഒരു നല്ല കൂട്ടുകാരനെ വേണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായോ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എപ്പോഴും എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ഓക്കെ, താങ്ക് യു, ബൈ.